ഞങ്ങളെ റഫറി ചതിച്ചു. വാർ പരിശോധന ശാസ്ത്രീയമായിരുന്നില്ല. തോൽവിക്ക് പിന്നാലെ ഇതുപോലുള്ള ഒരുപാട് വാദങ്ങൾ ഫുട്ബോൾ കോച്ചുമാർ നടത്താറുണ്ട്. എന്നാൽ തോൽവിക്ക് പിന്നാലെ ആഴ്സണൽ കോച്ച് മിക്കേൽ ആർട്ടേറ്റയുടെ വിശദീകരണം കുറച്ച് വെറൈറ്റി ആയിരുന്നു. കരബാവോ കപ്പ് സെമിഫൈനൽ മത്സരത്തിലെ ആദ്യ പാദത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിനോട് തോറ്റതിന് പിന്നാലെ ആർട്ടേറ്റ പറഞ്ഞതിങ്ങനെ: ഞങ്ങളുടെ ഒരുപാട് ഷോട്ടുകൾ ക്രോസ് ബാറിന് മുകളിലൂടെയാണ് പോയത്. പന്ത് വിചാരിച്ചതിലും അധികം പറക്കുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഞങ്ങളത് ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ പന്ത് പ്രീമിയർ ലീഗിലേതുപോലെയല്ല. ഇത് ഒരുപാട് പറക്കുന്നതിനാൽ തന്നെ ഈ പന്തുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്, ആർട്ടേറ്റ പറഞ്ഞു. എന്നാൽ ആർട്ടേറ്റയുടെ പ്രതികരണത്തിനെതിരെ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് അധികൃതർ രംഗത്തെത്തി. എല്ലാ ക്ലബ്ബുകളും ഒരേ പന്താണ് ഉപയോഗിക്കുന്നത് എന്ന് പരിഹസിച്ച അവർ മറ്റു പരാതികളൊന്നും വന്നിട്ടില്ലെന്നും അറിയിച്ചു. കൂടാതെ ഫിഫ നിയമപ്രകാരം തന്നെയാണ് പ്യൂമ പന്ത് നിർമ്മിക്കുന്നതെന്നും അവർ പറഞ്ഞു. സത്യത്തിൽ പ്രശ്നം പന്താണോ? BBC അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അല്ല എന്നാണ്. കാരണം കരബാവോ കപ്പിൽ ഇതേ പന്ത് ഉപയോഗിച്ച് തന്നെ ആഴ്സണൽ ബോൾട്ടനെ 5-1 പ്രസ്റ്റനെ 3-0 തോൽപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പ്രീമിയർ ലീഗിലേക്കാൾ മികച്ച ഷോട്ട് ഓൺ ടാർഗറ്റ് ആവറേജ് ഈ പന്തിൽ ആഴ്സണലിനുണ്ടെന്നും അവർ വിശദീകരിക്കുന്നു. എന്നാൽ 2017 പെപ് ഗാർഡിയോളയും ഏതാണ്ട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ആഴ്സണൽ ആരാധകർ പറയുന്നു. അത് ശരിയുമാണ്. പക്ഷേ അന്ന് മിക്കേൽ ആർട്ടേറ്റ പെപ്പിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നുവെന്നത് മറ്റൊരു കാര്യം.